എന്റെ പേരിൽ എന്റെ അനുവാദം ഇല്ലാതെ സുഖേട്ടനെ പറ്റി അസംബന്ധം എഴുതാൻ അച്ഛൻ എങ്ങനെ കഴിഞ്ഞു? നിന്റെ വീട്ടിൽ വെച്ച് അവൻ എന്റെ കൊരവിളക്ക് കുത്തി പിടിച്ചപ്പോ ഈ ആവേശമൊക്കെ എവിടെ പോയിരുന്നു? അതാണ് അച്ഛനും ചേട്ടനും കൂടി സുഖേട്ടനെ പറ്റി എന്തൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സുഖവേട്ടൻ, നീ എന്റെ മകളായതിനു ശേഷമാണ് അയാളുടെ ഭാര്യയായത്. എന്റെ ഭർത്താവിന് ഒരുപാട് കുറവുകളുണ്ടായിരിക്കും, പക്ഷെ അതാരും വിളിച്ചു പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ അച്ഛനായാലും. ഞാനിപ്പോ പോവും എന്റെ മോനെയും കൊണ്ട്. എനിക്ക് സുഖേട്ടനെ കണ്ട് മാപ്പ് പറയണം. എനിക്ക് മനസ്സിലായടി, ലോകം അങ്ങനെയാണ്. നിന്റെ ജീവിതം നശിപ്പിച്ചവനാണവൻ. പക്ഷേ അവൻ മന്ത്രിയായപ്പോ എന്റെ സുഖേട്ടൻ എത്ര വലിയ മന്ത്രിയായാലും ആ ഷർട്ടിന്റെ പോക്കറ്റിൽ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ തിരികെ വയ്ക്കുന്ന 100 രൂപ മാത്രമേ വരുമാനമായി കാണുകയുള്ളൂ. അതെനിക്ക് ഉറപ്പാ. വത്സലേ, നീ പോകുന്നെങ്കിൽ പോയിക്കോ. പക്ഷെ നീ തിരിച്ചു വന്നാൽ ഈ വാതിൽ നിനക്ക് വേണ്ടി തുറക്കുമെന്ന് കരുതരുത്. ഓരോ അച്ഛനും മകളെ ഇങ്ങനെ വാതിലടച്ച് പുറത്താക്കുന്നതിന്റെ മാന്യമായ പേരാണല്ലോ വിവാഹം. വിവാഹം കഴിഞ്ഞ ഞാനും എന്റെ അച്ഛനിൽ നിന്ന് ഇത്ര പ്രതീക്ഷിക്കാവൂ. അന്വേഷണത്തെ നേരിടുന്ന നീലകണ്ഠൻ കുറ്റക്കാരനല്ലെന്ന് വന്നാൽ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു കൊടുക്കൂ? പാർട്ടി പറയുന്ന പോലെ ചെയ്യും. കുഴപ്പം പിടിച്ചൊരു വകുപ്പാണ് മന്ത്രി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വകുപ്പിലെ ക്രമക്കേടുകൾ ശരിയാക്കാൻ എന്തെങ്കിലും നടപടികൾ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. ഇനി എന്നാ ആലോചിക്കുന്നേ? മന്ത്രിയായ ഉടൻ ഭാര്യയെയും കുട്ടിയെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നൊരു പത്രവാർത്ത കണ്ടു. ശരിയാണോ? ഞാൻ മിനിസ്റ്ററുടെ ഭാര്യയാണ്. ഇത് മിനിസ്റ്ററുടെ കുഞ്ഞും. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. മിനിസ്റ്ററുടെ ഭാര്യയും കുഞ്ഞും ഇങ്ങനെയല്ലല്ലോ വരുന്നത്. പപ്പായ്ക്ക് എന്നെ കണ്ടാ അറിയാം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ആ ഫോണിങ് തന്നാ മതി, ഞാൻ സ്റ്റീഫനുമായി സംസാരിക്കാം. ഹലോ, സ്റ്റീഫൻ സാറല്ലേ? അതെ. സെക്യൂരിറ്റിയാണ്. ഒരു സ്ത്രീ വന്ന് നിൽക്കുന്നു. മിനിസ്റ്ററുടെ ഭാര്യയാണെന്ന് പറയുന്നു. ആ കൊടുക്ക. സ്റ്റീഫൻ ഞാൻ ടീച്ചറാ. ടീച്ചറാണോ? ഒരു മിനിറ്റ് കേട്ടോ. ടീച്ചറെ എത്തിയിട്ടുണ്ടെന്ന്. ആ, താൻ ഓടിച്ചെന്ന് പറ. അവിടെ പത്രക്കാരെ ഇന്റർവ്യൂ എടുക്കല്ലേ? ടീച്ചർ വന്നാ പിന്നെ എന്ത് ഇന്റർവ്യൂടോ? ചെല്ലടോ ചെല്ലേ. പിന്നൊരു കാര്യം, മറ്റൊന്നും ധരിക്കരുത്. എന്റെ അനുവാദം കൂടാതെ നിങ്ങൾ ഇനി ഇവിടെ കയറി വരാൻ പാടില്ല. യെസ്, ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. ടീച്ചറും മോനും വന്നിട്ടുണ്ട്. എന്റെ മുമ്പിലിരിക്കുക. ഇപ്പൊ ഞാനിപ്പം തിരക്കിലാണ്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തിയേ പറ്റൂ. പത്രക്കാരുള്ള ടീച്ചർ അങ്ങോട്ട് പറഞ്ഞേക്കണ്ടെന്ന് കരുതിയാ ഒരു 5 മിനിറ്റ് PS ഇങ്ങോട്ട് വന്നൂടെ? PS അല്ല, മിനിസ്റ്റർ. നല്ല ബോസ്, കയ്യിലൊരു പടം കിട്ടിയല്ലോ. ഇനി ഞാൻ എന്തെങ്കിലും രാജിവെക്കുമ്പോ ഫ്രണ്ട് പേജ് കൊടുക്കാമല്ലോ, ഒരു അടിക്കുറിപ്പും കൊടുക്കാം. ഇനി എന്ത് ചെയ്യും? പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. ഞാൻ നാളെ പുതിയ കോളേജിൽ ജോയിൻ ചെയ്യാണ്. അതിന്റെ കുറച്ച് തിരക്കുകൾ എനിക്കുണ്ട്. സൗകര്യം കിട്ടുമ്പോ ഒരു കാര്യം മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൊള്ളാം. ഞാൻ വന്നത് എന്റെ സ്ഥലമാറ്റത്തിന്റെ ശുപാർശയ്ക്ക് വേണ്ടി അല്ലെന്ന്. മമ്മി പപ്പായെ കണ്ടില്ലല്ലോ. ഇന്നു മുതൽ മോന് പപ്പയില്ല. വാ വാ. ഇതാണ് ഉണ്ണിയുടെ അമ്മയുടെ മുറി. എന്താ, ഇഷ്ടപ്പെട്ടോ? എന്താ മോന്റെ മുഖം വല്ലാതിരിക്കുന്നേ? ഇനി ഞാൻ പപ്പായെ കണ്ടാ മിണ്ടത്തേ ഇല്ല. അതെന്താ? ഞാനും മമ്മിയും പോയിട്ട് പപ്പ ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ. എന്നോട് മമ്മി പറഞ്ഞു എനിക്കിനി പപ്പായ ഇല്ലെന്ന്. അതുകൊണ്ടാ ലിസി ഞാൻ വിചാരിച്ചത് മിനിസ്റ്ററായ അദ്ദേഹത്തിന്
ഞാനൊരു ശല്യമാവണ്ടെന്ന്. വീട്ടിലേക്കും എനിക്കിനി മടങ്ങിച്ചെല്ലാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ഏർപ്പാടാവുന്നവരെ ഞാനും കുഞ്ഞും ഇവിടെ താമസിച്ച നിനക്കൊരു ശല്യമാവില്ലല്ലോ. എന്തോന്ന് ശല്യം, ഞാനും ഇവിടെ ഒരു കൂട്ടിന് വേണ്ടി കാത്തിരിക്കുക. എന്റെ അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമുള്ളൂ, അത് നീ ആവശ്യമായിട്ട് കൊടുത്തോണം. എന്താ ഞാൻ പറയാം പരദൂഷണം. ആ പിന്നൊരു കാര്യം, എന്റെ പെങ്ങള് നിന്റെ കോളേജിലെ സ്റ്റുഡന്റാ, യൂണിയൻ ചെയർമാനോ ഏതാണ്ടൊക്കെയാ. ഇവിടെ താമസിക്കുന്നു കരുതി കൂടുതൽ ഫ്രീഡം ഒന്നും കൊടുക്കണ്ട, കുറച്ച് അകലത്തിൽ നിർത്തിയാ മതി. ആ അത് അത്യാവശ്യമാ. കാര്യം എന്തൊക്കെയായാലും ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് 100 കുറ്റങ്ങൾ പറയാനുണ്ടാവും, ഇല്ലേ ചേച്ചി? അതെ. പക്ഷെ പത്രത്തിൽ ഇങ്ങനെ എഴുതിയത് ഒട്ടും ശരിയായില്ല. എനിക്ക് വിഷമം അതല്ല, ഈ നല്ല സമയത്ത് തന്നെ ഇത് വേണമായിരുന്നു എന്നാ. എനിക്ക് വായിച്ചിട്ട് വിശ്വസിക്കാനേ പറ്റിയില്ല. വത്സലയെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത്. അതൊക്കെ എന്തിനാ പറയണേ, ഇതെല്ലാം കേട്ടിട്ടും പാറ പോലിരിക്കണ ഭാഗീരഥിയമ്മയെ പൂവിട്ട് തൊഴണം. തള്ളതല്ലേ ആ താൻ എന്തിനാ ഇതും പൊക്കിയെടുത്തോണ്ടോന്ന് എന്നെ വെടിവെക്കാനോ? അതിനിത് പോരാ. ആരെ കാണാനാ? സുമാരനുണ്ടോ അവിടെ? ആര്? മിനിസ്റ്ററോ? ആ നമ്മളാരാ? തള്ള, അവന്റെ തള്ള. ഓ, ഇതൊരു വല്ലാത്ത മന്ത്രി തന്നെ. ഒരു മുന്നറിയിപ്പില്ലാതെ ഓരോരുത്തർ കയറി വരുന്നത്, ഓരോരോ ബന്ധം പറഞ്ഞ്. അമ്മയാണെന്നുള്ളതിന് എന്താ തെളിവ്? എടോ, ഭാര്യയാണെന്നുള്ളതിന് തെളിവ് കെട്ടുതാലിയ. അമ്മയാണെന്നുള്ളതിന് തെളിവ് എന്താണെന്ന് തനിക്കറിയാമോ? എന്തോന്നാ? ഗർഭപാത്രമാ. അത് തന്നെ എടുത്ത് കാണിക്കാൻ നോക്കൂ. ഇതാണോടോ മന്ത്രിമന്ദിരത്തിലെ ചായ? ഏതായാലും കാപ്പിയല്ല, അതുറപ്പാ. നിങ്ങൾ എന്ത് കൊടുത്താലും മന്ത്രിമാര് കഴിച്ചേച്ചു പോവും, കമാന്നൊരക്ഷരം മിണ്ടാതെ. അത് പാർട്ടിയുടെ അച്ചടക്കമാ. എന്നാലേ ഞാൻ മന്ത്രിയുടെ അമ്മയാ. ഇനി മുതൽ എന്റെ ഇഷ്ടം കൂടി കണക്കിലെടുക്കണം. കൊണ്ടുവാടോ ഒരു നല്ല ചായ. ഭാഗീരഥി, നിന്റെ ജീവിതത്തിൽ എനിക്ക് നേടിത്തരാൻ കഴിയാത്തതാണ് നിന്റെ കുഞ്ഞ് നേടി തന്നിരിക്കുന്നത്. മന്ത്രിയുടെ ഭാര്യയാകേണ്ട നീ ഇന്ന് മന്ത്രിയുടെ അമ്മയാണ്. പക്ഷേ നിന്നെ വിവാഹം കഴിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ ഞാൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുകയാണ്. നിന്റെ നാക്ക് ശരിയല്ല. നീ നിന്റെ ഈ ചെറ്റ വർത്താനം നിർത്തണം. ഇനിയെങ്കിലും എന്നോട് പുറത്താട്ട്, ഞാൻ നന്നാവാൻ ശ്രമിക്കാം. എന്നോട് വരാൻ പറഞ്ഞത് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഐ ആം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദി വേ യു ഹാൻഡിൽ ദി സിറ്റുവേഷൻ. ഇല്ല സർ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കൊരു ധാരണയുണ്ട്, മന്ത്രിമാർക്ക് വിവരമില്ലെന്ന്. നിങ്ങൾ കാണിക്കുന്ന ഈ ഓവർ സ്മാർട്ട്നെസ്സിന് നാളെ അസംബ്ലിയിൽ സമാധാനം പറയേണ്ടത് ഞാനാ. ഐ ആം സോറി സർ. ആ മിസ്റ്റർ സുകുമാരൻ, അമ്മയ്ക്ക് തീരെ സുഖമില്ലാണ്ടിരിക്കുക. വയസ്സ് 19 കഴിഞ്ഞു. 5 മിനിറ്റ് കൂടുമ്പോ എന്നെ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ നോക്കിയിട്ട് വരാം. യു വെയിറ്റ് ഹിയർ. യെസ് സർ. നാളെ അങ്ങ് മന്ത്രിയായി കളയുമെന്ന ഭീഷണിയായിരിക്കും. അത് ആനയ്ക്ക് മതവിളകുന്ന പോലെയുള്ളൂ. ഇരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ആനയ്ക്ക് മതവിളകിയ സമയമല്ലേ, സൂക്ഷിക്കണം. എനിക്കല്പം സംസാരിക്കാണ്ടായിരുന്നു. എനിക്കില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ പുള്ളി പറഞ്ഞു കഴിഞ്ഞു. ഇത് പേഴ്സണലാണ്. പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ മാനസികമായിട്ട് എനിക്ക് താല്പര്യമില്ല. കാരണം നിങ്ങൾക്ക് IAS ഉള്ളൂ. നിങ്ങൾക്കില്ലാത്ത ഒരു എസ് തൽക്കാലം എനിക്കുണ്ട്, അന്തസ്. അന്തസ്സുണ്ടെന്ന് പറഞ്ഞാ പോരാ, അത് പ്രവൃത്തിയിലും വേണം. അതുകൊണ്ടാ ഞാൻ ഈ വേഷത്തിൽ ഇരിക്കുന്നത്. മന്ത്രിയുടെ അമ്മയാ. കാര്യം എന്തു ആകട്ടെ, പത്രം കണ്ടപ്പം എന്റെ നെഞ്ചിടിഞ്ഞു പോയി കുഞ്ഞെ. രാജ്യം ഭരിക്കേണ്ട സമയത്ത് നിന്റെ മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാകാൻ പാടില്ല. ആര് വേണേലും നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകട്ടെ, പക്ഷേ നിന്റെ അമ്മ നിന്റെ കൂടെ ഉണ്ട്. അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാ പറയുന്നേ? ആ, നിനക്കറിഞ്ഞൂടാ. നിന്നേക്കാൾ എത്രയോ വലിയ ആളായിരുന്നു നിന്റെ അച്ഛൻ. ആ അച്ഛന്റെ വലം കൈയായിരുന്നു ഞാൻ.
എന്റെ മോൻ നാട് ഭരിച്ചു, അമ്മ ഈ മന്ത്രി മന്ദിരം ഭരിച്ചോളാം. ഇവിടെ ചിലതൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താനുണ്ട്. കിടന്നു അല്ലേ? എനിക്കറിയാൻ കിടക്കുന്നത്. ഇന്നത്തെ